ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെക്ടിഫിക്കേഷൻ ഓഫ് ഇറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇറേഴ്സ് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ് ഇറേഴ്സ് എന്ന് പറഞ്ഞാൽ? കുറച്ച് തെറ്റുകളാണ് അല്ലേ? തെറ്റുകൾ നമ്മൾ മനുഷ്യരല്ലേ, മനുഷ്യർക്ക് എല്ലാവർക്കും എന്ത് പറ്റും? എത്ര വലിയ നോളജ് ഉള്ള ആളാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒരു തെറ്റൊക്കെ പറ്റും അല്ലേ? അങ്ങനെ തെറ്റ് പറ്റുകയാണ്, നമ്മുടെ അക്കൗണ്ടിങ് പ്രൊസീജിയറിൽ നമ്മളൊരു തെറ്റ് പറ്റിക്കുകയാണ് എങ്കിൽ അതിനെ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ തിരുത്തേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജേണൽ എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ ലെഡ്ജർ ചെയ്യുന്ന സമയത്തോ എവിടെയൊക്കെ വേണമെങ്കിലും എന്ത് വരാം? തെറ്റ് വരാം. മനുഷ്യരാണ് അത് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വിട്ടുപോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ തെറ്റുകൾ ഏതൊക്കെയാണ് എന്നും അങ്ങനെ വരുന്ന തെറ്റുകളെ എങ്ങനെ നമുക്ക് തിരുത്താമെന്നുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തെറ്റുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് ജസ്റ്റ് നോക്കാം. തെറ്റുകൾ അല്ലെങ്കിൽ ഇറേഴ്സിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നോക്കുക, രണ്ട് ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ടായിട്ടാണ്. ആദ്യത്തേതാണ് ക്ലറിക്കൽ ഇറേഴ്സ്, അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ പറയുന്നത് ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ക്ലറിക്കൽ ഇറേഴ്സും ഉണ്ട്, ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളും ഉണ്ട്. ക്ലറിക്കൽ ഇറേഴ്സിൽ തന്നെ വീണ്ടും ഒരു 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇറേഴ്സ് ഓഫ് ഒമിഷൻ, ഇറേഴ്സ് ഓഫ് കമ്മീഷൻ, അതുപോലെ തന്നെ കോമ്പൻസേറ്റിംഗ് ഇറേഴ്സ്. എന്താണ് പറഞ്ഞത്? ആദ്യം നമ്മൾ പറഞ്ഞു ഇറേഴ്സ് 2 തരത്തിലാണുള്ളത്, ക്ലറിക്കൽ ഇറേഴ്സും അതുപോലെ തന്നെ ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പളും. ഓക്കെ, ദെൻ ക്ലറിക്കൽ ഇറേഴ്സിന്റെ 3 ക്ലാസിഫിക്കേഷൻ എഗെയിൻ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇറേഴ്സ് ഓഫ് ഒമിഷൻ, ഇറേഴ്സ് ഓഫ് കമ്മീഷൻ, അതുപോലെ തന്നെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഓക്കെ, ദെൻ ഈ ഇറേഴ്സ് ഓഫ് ഒമിഷനെ നമ്മൾ എഗെയിൻ ക്ലാസിഫൈ ചെയ്യാണ് പാർഷ്യൽ ഒമിഷൻ എന്നും അതുപോലെ തന്നെ കംപ്ലീറ്റ് ഒമിഷൻ എന്നും. എന്താണ്? പാർഷ്യൽ ഒമിഷൻ എന്നും അതുപോലെ തന്നെ കംപ്ലീറ്റ് ഒമിഷൻ എന്നുമാണ് നമ്മൾ രണ്ടാമത് വീണ്ടും ഏതിനെയാണ്? ഇറേഴ്സ് ഓഫ് ഒമിഷനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് എന്തൊക്കെയാണ്? ഈ ക്ലറിക്കൽ ഇറർ എന്താണ്, അതുപോലെ തന്നെ ഇറർ ഓഫ് പ്രിൻസിപ്പിൾ എന്താണ്, ഇറർ ഓഫ് ഒമിഷൻ, കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറർ, അതുപോലെ തന്നെ കംപ്ലീറ്റ് ഒമിഷൻ, പാർഷ്യൽ ഒമിഷൻ, ഇതൊക്കെ എന്താണ് എന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ജസ്റ്റ് ഈ പേരുകളൊന്ന് ഓർത്തിരിക്കുക, എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നതെന്ന് ഓർത്തിരിക്കുക. ആദ്യം ഇറേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുമെന്ന് പറഞ്ഞു, ക്ലറിക്കൽ എന്നും അതുപോലെ തന്നെ ഇറർ ഓഫ് പ്രിൻസിപ്പിൾ എന്നും. ദെൻ ക്ലറിക്കൽ ഇറേഴ്സിനെ എഗെയിൻ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയാണ്? ഇറേഴ്സ് ഓഫ് ഒമിഷൻ, ഇറേഴ്സ് ഓഫ് കമ്മീഷൻ, അതുപോലെ തന്നെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ദെൻ ഇറേഴ്സ് ഓഫ് ഒമിഷനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാണ്. എന്താണ്? പാർഷ്യൽ ഒമിഷൻ എന്നും അതുപോലെ തന്നെ കംപ്ലീറ്റ് ഒമിഷൻ എന്നും. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഇറേഴ്സ് എന്ന്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറർ എന്ന് പറഞ്ഞാൽ ഈസ് ഹ്യൂമൺ അല്ലേ? മനുഷ്യർക്ക് എല്ലാവർക്കും എന്ത് പറ്റും? ഒരു തെറ്റെങ്കിലും പറ്റാതിരിക്കില്ല അല്ലേ? നമ്മൾ എത്ര ശ്രദ്ധിച്ച് കണ്ട് ജോലി ചെയ്താലും അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ചെയ്താലും ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഇറേഴ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്കിനെയാണ് നമ്മൾ ഇറേഴ്സ് എന്ന് പറഞ്ഞത്. ഇതൊരിക്കലും അവർ മനഃപൂർവ്വം ഇവിടെ ഒരു ഇറർ വരുത്താം അല്ലെങ്കിൽ ഇത് തെറ്റിച്ചാലും കുഴപ്പമില്ല അങ്ങനെ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഇറേഴ്സേ അല്ല, അല്ലെങ്കിൽ മിസ്റ്റേക്കേ അല്ല. അവരറിയാണ്ട് മനഃപൂർവ്വം അല്ലാണ്ട് വന്നു പോകുന്ന തെറ്റുകളാണ് നമ്മൾ ഇറേഴ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. നോക്കാം, അക്കൗണ്ടിങ് ഇറേഴ്സ് ആർ അൺഇൻറ്റൻഷണൽ. എന്താണ് അൺഇൻറ്റൻഷണൽ? ഇന്റൻഷനലി അല്ല, മനഃപൂർവ്വം അല്ലാതെ. ഓക്കെ, മിസ്റ്റേക്സ് ഓർ ഒമിഷൻ മെയ്ഡ് അൺനോയിങ്ലി. എന്താണ് അൺനോയിങ്ലി? അറിയാണ്ട്. ഓക്കെ, അൺനോയിങ്ലി വയൽ റെക്കോർഡിംഗ് ദി ട്രാൻസാക്ഷൻ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റഡ് ഇന്നസെന്റ്ലി. എന്താണ് പറഞ്ഞത്? ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ബുക്സ് ഓഫ് അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് അവർ വളരെ ഇന്നസെൻ്റ് ആയിട്ടായിരിക്കും തയ്യാറാക്കുന്നത്. പക്ഷേ അവരറിയാതെയോ മനഃപൂർവ്വം അല്ലാതെയോ ഒക്കെ അവർക്കുണ്ടാകുന്ന കുറച്ച് മിസ്റ്റേക്സിനെയും ഒമിഷനെയുമാണ് നമ്മൾ ഇറേഴ്സ് എന്ന് പറഞ്ഞാൽ. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റുകളോ. ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻസ് വിട്ടുപോവാം ഇല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എല്ലാം എന്നല്ല, ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വിട്ടുപോകും. നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകും. അത് മനഃപൂർവ്വമാണോ? അല്ല. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ ചില വിട്ടുപോക്കലുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലുമൊക്കെ മിസ്റ്റേക്കോ അതുപോലെ തന്നെ ഒമിഷൻസോ അൺഇൻറ്റൻഷണൽ ആയിട്ടും അതുപോലെ തന്നെ അൺനോയിങ്ലിയും ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഇറേഴ്സിനെ അല്ലെങ്കിൽ ആ മിസ്റ്റേക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? അക്കൗണ്ടിങ് ഇറർ എന്ന് പറഞ്ഞത്. അക്കൗണ്ടിങ് ഇറർ എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്താണ് ഈ മിസ്റ്റേക്ക് വരുന്നത്. എപ്പോഴാണ്? റെക്കോർഡിംഗ് ദി ട്രാൻസാക്ഷൻ. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ അക്കൗണ്ടിങ് പ്രൊസീജിയർ അല്ലായിരുന്നോ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ? അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു ഫംഗ്ഷൻ ആണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന മോണിറ്ററി ടേംസിൽ ഉണ്ടാകുന്ന
ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. ആ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു മിസ്റ്റേക്കോ ഒമിഷൻസോ വരികയാണ്, അതും മനഃപൂർവ്വം അല്ലാതെ വരികയാണ് എങ്കിൽ അത്തരത്തിലുള്ള മിസ്റ്റേക്കിനെ നമുക്ക് എന്തെന്ന് പറയാം? അക്കൗണ്ടിങ് എറേഴ്സ് എന്ന് പറയാം. ഓക്കെ, ദെൻ നമ്മൾ ഇറേഴ്സിനെ ക്ലാസിഫൈ ചെയ്തത് നേരത്തെ നമ്മൾ ആ ഒരു ഫ്ലോ ചാർട്ട് കണ്ടതാണ്. മെയിനായിട്ടും രണ്ടായിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് എറേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, ക്ലറിക്കൽ എറേഴ്സ് എന്നും ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്നും. അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്ലറിക്കൽ ഇറേഴ്സിന്റെ മറ്റൊരു പേരാണ് ടെക്നിക്കൽ ഇറേഴ്സ്. മറന്നു പോകരുത്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ക്ലറിക്കൽ ഇറേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരും, പക്ഷേ ടെക്നിക്കൽ എററോ അതെന്താണ്? ടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ട വല്ല എററോ ആയിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ? പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വല്ല സാങ്കേതിക വിദ്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എററാണെന്ന്. പക്ഷേ ക്ലറിക്കൽ ഇറേഴ്സിന്റെ മറ്റൊരു പേരാണ് ടെക്നിക്കൽ ഇറേഴ്സ്. അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളാം കേട്ടോ. അപ്പോൾ ഇറേഴ്സ് രണ്ട് തരത്തിലാണുള്ളത്, ക്ലറിക്കൽ ഇറേഴ്സ് ഓർ ടെക്നിക്കൽ ഇറേഴ്സും ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളും. ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഇറർ ഓഫ് പ്രിൻസിപ്പിൾ? പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചതല്ലേ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിന് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമുല കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ എല്ലായിടത്തും ഒരേപോലെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനകത്ത് എന്തെങ്കിലും തെറ്റ് വരുത്താണ്, അതായത് നമ്മളൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ പ്രിൻസിപ്പിൾസ് അറിയാണ്ട്, അതായത് പ്രിൻസിപ്പിൾസ് ഇന്നതാണല്ലോ എന്ന് അറിയാണ്ട് നമ്മളൊരു തെറ്റ് വരുത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള തെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രിൻസിപ്പിൾ അറിയാൻ വയ്യാത്തത് കൊണ്ട് ഉണ്ടായിപ്പോയ തെറ്റാണ്. ആ പ്രിൻസിപ്പിൾ പഠിക്കാണ്ട് അല്ലെങ്കിൽ മറന്നു പോയിട്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പിളിനെ പറ്റിയിട്ടൊരു ഓർമ്മയില്ലാത്തത് കൊണ്ടോ ആ ഒരു വ്യക്തി, അതായത് റെക്കോർഡ് ചെയ്യുന്ന ആള് ഒരു മിസ്റ്റേക്ക് വരുത്തുകയാണ്, പ്രിൻസിപ്പിൾ തെറ്റിക്കുകയാണ് എങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത്തരത്തിലുള്ള മിസ്റ്റേക്കിനെയാണ് നമ്മൾ ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. ആൻ ഇറർ വിച്ച് വയലേറ്റ് ദ ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. എന്താണ്? നമ്മുടെ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്ന ഒരു ഇററാണ് ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഇററിനെയാണ് ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ഒക്കേഴ്സ് വെൻ ദോസ് കേസസ് വെയർ പ്രോപ്പർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റം ഈസ് നോട്ട് മെയ്ഡ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഇറർ ഓഫ് പ്രിൻസിപ്പിളിന്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ഐറ്റം ആണോ റവന്യൂ ഐറ്റം ആണോ എന്ന് ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ വ്യത്യാസമില്ലാതെ എല്ലാം ഒരേപോലെ ട്രീറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, നമ്മൾ ഒരു അസറ്റ് വാങ്ങിക്കുന്നു, ഞാനൊരു മെഷീനറി വാങ്ങിച്ചു. ഓക്കെ, ആ മെഷീനറി എൻ്റെ ബിസിനസ്സിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കോസ്റ്റായി, അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കോസ്റ്റായി. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം അതെന്താണ്? ആ കോസ്റ്റും ആ മെഷീനറിയുടെ കോസ്റ്റായിട്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അതൊരു ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റിൽ തന്നെയാണ് ഉൾപ്പെടുത്തേണ്ടത്. പക്ഷെ അതറിയാൻ വയ്യ, അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് എന്ന് അറിയാൻ വയ്യാണ്ട് നമ്മുടെ അക്കൗണ്ടന്റ് എന്താ, അല്ലെങ്കിൽ ആ ഒരു ബുക്ക് കീപ്പ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്തു? ആ ഐറ്റത്തെ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണ്ടു അല്ലേ? റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ ആ ഒരു റിപ്പയേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ചാർജ് അദ്ദേഹം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുത്ത് കാണിച്ചത്, അല്ലെങ്കിൽ അതൊരു റവന്യൂ ഐറ്റം ആയിട്ട് കാണിച്ചു. എന്തിനു പകരം? ആ അസറ്റിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടതിന് പകരം. അപ്പോൾ അവിടെ എന്താണ്? ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കാണിച്ചത്. അപ്പോൾ അങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിളിനെ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന മിസ്റ്റേക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഇറർ ഓഫ് പ്രിൻസിപ്പിൾ. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ക്യാപിറ്റലും റവന്യൂവും തമ്മിലുള്ള ഐറ്റംസ് തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തുക, അതായത് അത് പ്രോപ്പറായിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത് എങ്കിൽ ക്യാപിറ്റൽ ഐറ്റം എടുത്ത് റവന്യൂ ഐറ്റത്തിലും റവന്യൂ ഐറ്റം എടുത്ത് ക്യാപിറ്റൽ ഐറ്റത്തിലും എഴുതുകയാണ് എങ്കിൽ അത് ഉറപ്പായിട്ടും എന്ത് എറർ ആയിരിക്കും? ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സാമ്പിളായിട്ട് മെഷീനറിയുടെ കാര്യം തന്നെ പറയുന്നുണ്ട്. ക്യാരേജ് പെയ്ഡ് ഓൺ മെഷീനറി, അതായത് മെഷീനറി വാങ്ങിച്ച് നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടായ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം അത് കോസ്റ്റ്, മെഷീൻ്റെ കോസ്റ്റ് തന്നെയാണ് അല്ലേ? മെഷീൻ്റെ കോസ്റ്റിനോടൊപ്പം ആഡ് ചെയ്ത് ആ അസറ്റിൻ്റെ വാല്യൂ അത്രയാണെന്നാണ് കാണിക്കേണ്ടത്. പക്ഷേ ഈസ് ഡെബിറ്റഡ് ടു ക്യാരേജ് അക്കൗണ്ട് അല്ലേ? പകരം എന്ത് ചെയ്തു? മെഷീനറി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതിന് പകരം ക്യാരേജ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസിൽ, അതായത് നമ്മുടെ ഒരു റവന്യൂ എക്സ്പെൻസിലാണ് അത് ഡെബിറ്റ് ചെയ്തത്. അപ്പോൾ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻസ് ആയിരുന്ന, അതായത് മെഷീനറി എന്ന് പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻസ് ആയിരുന്ന സാധനം
ക്യാരേജ് എന്ന് പറയുന്ന റവന്യൂ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഒരു മിസ്റ്റേക്ക് എന്താണ്, നമ്മുടെ ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അറിയാത്തത് മൂലം ഉണ്ടായ മിസ്റ്റേക്ക് ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ആ ഇററിനെ എന്ത് പറയാം, ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. അതുപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ ആണ് റോങ് വാല്യുവേഷൻ ഓഫ് അസറ്റ്. നമ്മൾ അസറ്റ് വാല്യൂ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം അല്ലേ. അങ്ങനെ ഫോളോ ചെയ്യാണ്ട് അസറ്റുകൾ തെറ്റായിട്ടാണ് വാല്യൂ ചെയ്യുന്നത് എങ്കിൽ അതിനെയും നമുക്ക് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം, ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതൊക്കെ എക്സാമ്പിൾസ് പഠിച്ചിരിക്കുക. കറക്റ്റ് ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ഒരു ഐറ്റം തന്നിട്ട് ഇത് ഏത് എറർ ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചിരിക്കുക. നമ്മൾ ഇതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിൽ വ്യത്യാസമില്ലാണ്ട് അല്ലെങ്കിൽ തെറ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. ഇനി അസറ്റുകൾ വാല്യൂ ചെയ്യുന്നത് തെറ്റായിട്ടാണെങ്കിൽ അതും എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആണ്. ദെൻ പർച്ചേസ് ഓഫ് ബിൽഡിംഗ് ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. ഇവിടെ എന്താണ്, ക്യാപിറ്റൽ നേച്ചറിലുള്ള ഒരു എക്സ്പെൻസിനെ റവന്യൂ നേച്ചറിലുള്ള ഒരു എക്സ്പെൻസ് ആയിട്ട് കണ്ടു. നമ്മളൊരു അസറ്റ് വാങ്ങിച്ചു, ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ പർച്ചേസിന് യാതൊരു പ്രസക്തിയില്ല അല്ലേ. നമ്മൾ ജേർണൽ എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണ്, ബിൽഡിംഗ് പർച്ചേസ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അക്കൗണ്ട് അറ്റച്ച് ടു ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. പകരം അവർ എന്ത് ചെയ്തു, പർച്ചേസ് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്തത്. ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു അസറ്റ് അല്ല ഡെബിറ്റ് ചെയ്തത്, പകരം പർച്ചേസ് എന്ന് പറഞ്ഞൊരു റവന്യൂ എക്സ്പെൻസിനെയാണ് അല്ലെങ്കിൽ ഒരു എക്സ്പെൻസിനെയാണ് എന്ത് ചെയ്തത്, ഡെബിറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ക്യാപിറ്റൽ എക്സ്പെൻസിന് പകരം ഒരു റവന്യൂ എക്സ്പെൻസ് ആണ് അവിടെ ഉണ്ടായതായിട്ടാണ് അവർ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഇതിനെ ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരുന്ന എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ, അതാണ് നമ്മൾ ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? എന്താണ്, ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ ഉണ്ടാകുന്ന വയലേഷൻ മൂലം ഉണ്ടാകുന്ന തെറ്റുകളെയാണ് നമ്മൾ ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. ദെൻ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, നമ്മൾ ആദ്യം ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളും ക്ലറിക്കൽ ഇറേഴ്സും ആണ് പറഞ്ഞത്. ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ക്ലറിക്കൽ ഇറേഴ്സ് ഓർ ടെക്നിക്കൽ ഇറേഴ്സ്. പേര് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാൻ ഞാൻ പറഞ്ഞതാണ്. ക്ലറിക്കൽ ഇറേഴ്സിന്റെ മറ്റൊരു പേരാണ് ടെക്നിക്കൽ ഇറേഴ്സ്. എന്താണ്, ക്ലറിക്കൽ ഇറേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഇറേഴ്സ്. നോക്കാം. ക്ലറിക്കൽ ഇറേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്, ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡിങ്ങും ക്ലാസിഫയിങ്ങും ഒക്കെ ചെയ്യുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ ആ ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഇറേഴ്സിനെയാണ് നമ്മൾ ക്ലറിക്കൽ ഇറേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഇറേഴ്സ് എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തെറ്റ് വരുന്നു, പോസ്റ്റിംഗ് ചെയ്യുന്ന അതായത് ലെഡ്ജറിലോട്ട് മാറ്റുന്ന സമയത്ത് തെറ്റ് വരുന്നു. ഇനി ലെഡ്ജറിൽ മാറ്റിയതിന് ശേഷം നമ്മൾ ടോട്ടൽ ചെയ്യും, ബാലൻസ് ചെയ്യും, അങ്ങനെ കുറേ പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ അക്കൗണ്ട് ബാലൻസ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് നമുക്ക് സംഭവിക്കുകയാണ്, അത് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ ആ മിസ്റ്റേക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ക്ലറിക്കൽ ഇറേഴ്സ് ഓർ ടെക്നിക്കൽ ഇറേഴ്സ് എന്ന് പറഞ്ഞത്. നമുക്ക് നോട്ട് എന്താണെന്ന് നോക്കാം. ദീസ് ഇറേഴ്സ് ആർ കമ്മിറ്റഡ് ഇൻ ദി കോഴ്സ് ഓഫ് റെക്കോർഡിംഗ്, പോസ്റ്റിംഗ്, ടോട്ടലിംഗ് ആൻഡ് ബാലൻസിങ്. എന്താണ് ഇത്, എപ്പോഴാണ് നടക്കുന്നത്, നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തോ, റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ജേർണൽ ആക്കുന്ന സമയത്ത്, പോസ്റ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ലെഡ്ജർ ആക്കുന്ന, ജേർണലിൽ നിന്ന് ലെഡ്ജറിലോട്ട് മാറ്റുന്ന സമയത്തോ, അല്ലെങ്കിൽ ടോട്ടൽ ചെയ്യുന്ന സമയത്തോ, ഓരോ ലെഡ്ജറും നമ്മൾ ടോട്ടൽ ചെയ്യാറുണ്ട്, ടോട്ടൽ ചെയ്യുന്ന സമയത്തോ, അതും അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്ന സമയത്തോ നമുക്കുണ്ടാകുന്ന മിസ്റ്റേക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ക്ലറിക്കൽ ഇറേഴ്സ് ഓർ ടെക്നിക്കൽ ഇറേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ്, ആ വ്യക്തി ചെയ്യുന്ന സമയത്ത് ജേർണൽ എടുത്തെഴുതുന്ന സമയത്ത് ചിലപ്പോൾ എമൗണ്ടിനകത്ത് വ്യത്യാസം വരുന്നു, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സൈഡ് മാറിപ്പോകുന്നു, അതല്ലെങ്കിൽ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഐറ്റം വിട്ടുപോകുന്നു, അല്ലെങ്കിൽ 2 തവണ ഒരു എമൗണ്ട് തന്നെ ആഡ് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് എടുക്കുമ്പോൾ തെറ്റിപ്പോകുന്നു. ഇങ്ങനെയുള്ള തെറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ക്ലറിക്കൽ ഇറേഴ്സ് എന്ന് പറഞ്ഞത്. ക്ലറിക്കൽ ഇറേഴ്സ് നമുക്കറിയാം, വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു പറഞ്ഞു അല്ലേ. ഇറേഴ്സ് ഓഫ് ഒമിഷൻ, ഇറേഴ്സ് ഓഫ് കമ്മീഷൻ, അതുപോലെ തന്നെ കോമ്പൻസേറ്റിംഗ് ഇറേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറേഴ്സ് ഓഫ് ഒമിഷൻ. എന്താണ് ഒമിഷൻ? എടുക്കാൻ വിട്ടുപോവാണ്. നമ്മളൊരു ട്രാൻസാക്ഷനെ അല്ലെങ്കിൽ ഒരു ഐറ്റത്തെ എടുക്കാൻ വിട്ടുപോവാണ്. ഒമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മളത് എടുത്തിട്ടില്ല, ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനെ പറ്റിയിട്ട് നമ്മൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്തിട്ടില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഇറേഴ്സ് ഓഫ് ഒമിഷൻ. ഒമിഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, വിട്ടുപോയി, ആ ഒരു സംഭവമേ നമ്മൾ മറന്നുപോയി, അല്ലെങ്കിൽ ആ ഒരു സാധനം നമ്മൾ എടുക്കാൻ ചിലപ്പോൾ 2 ആസ്പെക്റ്റും കാണും, ചിലപ്പോൾ ഒരു ആസ്പെക്റ്റ്
ചിലപ്പോൾ ഡെബിറ്റ് മാത്രം എടുക്കാൻ വിട്ടുപോയി കാണും, അല്ലെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും വിട്ടുപോയി കാണും, അല്ലെങ്കിൽ ക്രെഡിറ്റ് മാത്രമായിരിക്കും. എന്തായാലും എന്തോ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. നമ്മളൊരു ട്രാൻസാക്ഷൻ്റെ ഏതോ ഒരു സംഭവം അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഫുള്ളായിട്ടോ വിട്ടുപോയിട്ടുണ്ട്, റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഇറേഴ്സിനെയാണ് നമ്മൾ ഇറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, വെൻ എ ട്രാൻസാക്ഷൻ ഈസ് നോട്ട് എൻറ്റേർഡ് ഇൻ ദി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. എന്താണ് നോട്ട് എൻറ്റേർഡ് ഇൻ ദി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ഓർ നോട്ട് പോസ്റ്റഡ് ഫ്രം ദി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ടു ദി ലെഡ്ജർ. എന്താണ് പറഞ്ഞത്? ചിലപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ നമ്മുടെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ എൻ്റർ ചെയ്തില്ല എങ്കിൽ, ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മൾ പഠിച്ചതാണ്, ജേണലിനെയാണ് നമ്മൾ ഒറിജിനൽ എൻട്രി ആയിട്ട് പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് എടുത്തില്ല, വിട്ടുപോയി, നോട്ട് എൻറ്റേർഡ്, എൻ്റർ ചെയ്തില്ല എങ്കിലോ, അല്ലെങ്കിൽ നോട്ട് പോസ്റ്റഡ് ഫ്രം ദി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ടു ദി ലെഡ്ജർ, അതായത് ഒറിജിനൽ എൻട്രിയിൽ നിന്ന് ജേണലിൽ നിന്ന് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ജേണലിൽ നമ്മൾ കറക്റ്റ് എഴുതി, പക്ഷെ ലെഡ്ജറിലോട്ട് അതിനെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലോ, അപ്പൊ എന്താണ്? രണ്ടിടത്തും എന്താ? വിട്ടുപോവാണ് ചെയ്യുന്നത് അല്ലേ? ആ ഒരു സാധനത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ല, നമ്മൾ ആ ഒരു സാധനത്തെ അറിയാണ്ട് ഒഴിവാക്കി പോവാണ് ചെയ്യുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എന്തെന്നാ പറയുന്നത്? ഇറേഴ്സ് ഓഫ് ഒമിഷൻ. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇറർ ഓഫ് ഒമിഷൻ, വിട്ടുപോവുക. ഓക്കെ, തെറ്റെന്താണ്? നമ്മൾ എടുക്കാൻ വിട്ടുപോവാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ജേണലിൽ എഴുതാൻ വിട്ടുപോകും, അല്ലെങ്കിൽ ജേണലിൽ നിന്ന് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിട്ടുപോകും. അങ്ങനെ വിട്ടുപോവുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള എറേഴ്സിനെ നമുക്ക് പറയാവുന്ന പേരെന്താണ്? ഇറേഴ്സ് ഓഫ് ഒമിഷൻ എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഒമിഷൻ മേ ബി കംപ്ലീറ്റ് ഓർ പാർഷ്യൽ. നമ്മൾ പറഞ്ഞു ഒമിഷനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ എന്നും അതുപോലെ തന്നെ ഇറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമിഷൻ എന്നും നമ്മൾ ഇറേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇത് ഏതൊക്കെയാണ് എന്നൊന്ന് ചെക്ക് ചെയ്യാം. അതായത് കംപ്ലീറ്റ് ഒമിഷൻ എന്താണ്, അതുപോലെ തന്നെ പാർഷ്യൽ ഒമിഷൻ എന്താണ് എന്ന് നോക്കാം. ഇറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ എന്താണ്? കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുള്ളായിട്ട് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്തു? വിട്ടുപോയി, അല്ലെങ്കിൽ എഴുതാൻ മറന്നു പോവുകയാണ് എങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സാധനത്തെ, അതായത് ഡെബിറ്റും ക്രെഡിറ്റും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എടുത്തിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള ഇറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഇറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറഞ്ഞത്. When a transaction completely omitted to enter in the books of original entry, it is called errors of complete omission. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മളൊരു ട്രാൻസാക്ഷൻ എന്തായി? കംപ്ലീറ്റ്ലി ഒമിറ്റ് ചെയ്യാണ്. എന്തിൽ നിന്ന്? ഒറിജിനൽ ബുക്സ് ഓഫ് എൻട്രി, അല്ലെങ്കിൽ നമ്മുടെ ജേണലിൽ എഴുതാൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോവുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള ഇറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇറ്റ് ഷാൽ നോട്ട് അഫക്റ്റ് ദി എഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ്. എന്താണ് പറഞ്ഞത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്താൽ നമ്മൾ കംപ്ലീറ്റ് ഒമിഷൻ ആണ് നടത്തുന്നത് എങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ട്രയൽ ബാലൻസ് രണ്ട് സൈഡും ടാലി ആവുക തന്നെ ചെയ്യും. കാരണം എന്താ? നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ഫുള്ളായിട്ടാണ് വിട്ടുപോയത്. അപ്പോൾ ഡെബിറ്റിലും അതിൻ്റെ ആസ്പെക്റ്റ് വന്നിട്ടില്ല, അതുപോലെ തന്നെ ക്രെഡിറ്റിലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു എമൗണ്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഐറ്റം നടന്നതായിട്ട് പോലും നമ്മുടെ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. സോ എന്താണ്? നമ്മുടെ ട്രയൽ ബാലൻസ് അത് ടാലി ആവുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്താണ്? ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ എന്ത് അഫക്റ്റ് ചെയ്യുന്നില്ല? കംപ്ലീറ്റ് ഒമിഷൻ അഫക്റ്റ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. കാരണം കുറച്ച് ഐറ്റംസ് തന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇതിലേതാണ്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യാത്തത് ഏത്, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. അപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കണം, കംപ്ലീറ്റ് ഒമിഷൻ നമ്മുടെ ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ അഫക്റ്റ് ചെയ്യില്ല. കാരണം ട്രയൽ ബാലൻസ് ടാലി ആവും. കാരണം എന്താണ്? ഡെബിറ്റിലും ആ ഒരു ഐറ്റം വന്നിട്ടില്ല, ക്രെഡിറ്റിലും വന്നിട്ടില്ല, എങ്കിൽ പിന്നെ എന്താണ്? ട്രയൽ ബാലൻസ് ടാലി ആവാതിരിക്കാൻ. സോ എന്താണ്? കംപ്ലീറ്റ് ഒമിഷൻ നമ്മുടെ ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, ട്രയൽ ബാലൻസ് ടാലി ആവുക തന്നെ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഇറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ. എന്താണ്? പാർഷ്യൽ ആ ഒരു പേരിലുണ്ട് അല്ലേ? പകുതിയെ നമ്മൾ ഒമിറ്റ് ചെയ്തിട്ടുള്ളൂ, പകുതി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഡെബിറ്റ് റെക്കോർഡ് ചെയ്തു, അല്ലെങ്കിൽ ക്രെഡിറ്റ് റെക്കോർഡ് ചെയ്തു, ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തില്ല, ആ ഒരു ട്രാൻസാക്ഷനെ ഫുള്ളായിട്ടും എടുക്കാതിരുന്നില്ല. എന്താണ്? പോസ്റ്റ് ചെയ്ത സമയത്ത് ചിലപ്പോൾ ക്രെഡിറ്റ് മാത്രം പോസ്റ്റ് ചെയ്ത് കാണും, അല്ലെങ്കിൽ ഡെബിറ്റ് മാത്രം പോസ്റ്റ് ചെയ്ത് കാണും. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ്റെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രമാണ് വിട്ടുപോയത് എങ്കിൽ അത്തരത്തിലുള്ള ഇറേഴ്സിനെയാണ് നമുക്ക് ഇറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമിഷൻ എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വെൻ എനി ഓഫ് ദി ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് ഒമിറ്റഡ് ഇൻ ദി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, ഇറ്റ് ഈസ് കോൾഡ് ഇറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ. എന്താണ്? എനി ഓഫ് ദി ആസ്പെക്റ്റ് ആണ്. എനി ഓഫ് ദി ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു ട്രാൻസാക്ഷന് എത്ര ആസ്പെക്ട് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ഡബിൾ എൻട്രി ആണ് ഫോളോ ചെയ്യുന്നത്. സോ ഒരു ട്രാൻസാക്ഷന് എത്ര ആസ്പെക്റ്റുകളുണ്ട്? 2 ആസ്പെക്ട് ഉണ്ട്. ഒരു ഡെബിറ്റും അതുപോലെ തന്നെ ഒരു ഡെബിറ്റ് എന്നല്ല, ഡെബിറ്റും ക്രെഡിറ്റും. നമുക്ക് കോമ്പൗണ്ട് എൻട്രി ഒക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് ഒക്കെ വരും. എന്തായാലും ഈക്വൽ ആയിട്ടുള്ള ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് ഒരു ട്രാൻസാക്ഷന്റെ 2 ആസ്പെക്റ്റുകളാണ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡെബിറ്റ് ആവാം അല്ലെങ്കിൽ ക്രെഡിറ്റ് ആവാം. ഏതെങ്കിലും ഒന്ന്, എനി ഓഫ് ദി ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് ഒമിറ്റഡ്. എന്താണ്? ഏതെങ്കിലും ഒന്ന് നമ്മൾ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഒറിജിനൽ എൻട്രിയിൽ എഴുതാൻ വിട്ടുപോവുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള ഒമിഷനെ നമുക്ക് അല്ലെങ്കിൽ ഇററിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ എന്ന് പറയാം. ഇറ്റ് അഫക്റ്റ് ദി എഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ്. അതായത് പാർഷ്യൽ ഒമിഷൻ ആണ് നടക്കുന്നത് എങ്കിൽ നമ്മുടെ ട്രയൽ ബാലൻസിന്റെ എഗ്രിമെന്റിനെ അത് അഫക്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ട്രയൽ ബാലൻസ് ടാലി ആകില്ല. ഡെബിറ്റിലോ ക്രെഡിറ്റിലോ ഒരു ഐറ്റം കൂടി നിൽക്കും അല്ലെങ്കിൽ കുറഞ്ഞു നിൽക്കും, ഇല്ലേ? കാരണം എന്താണ്? നമ്മൾ ഏതോ ഒരു ഐറ്റം മാത്രം, ഇവിടെ ഇപ്പോൾ ഞാൻ ഡെബിറ്റ് മാത്രം എൻ്റർ ചെയ്തു, ഡെബിറ്റ് എടുത്തു, ക്രെഡിറ്റ് എടുത്തില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? എൻ്റെ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡ് കൂടി നിൽക്കും, ക്രെഡിറ്റിലായ എമൗണ്ട് വരാത്തത് കൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡ് കുറഞ്ഞിരിക്കും. അപ്പോൾ എന്താണ്? ട്രയൽ ബാലൻസിനെ അത് അഫക്റ്റ് ചെയ്യും. ട്രയൽ ബാലൻസ് അത് ടാലി ആകില്ല. ഓക്കെ, അപ്പോൾ എന്താണ് പാർഷ്യൽ ഒമിഷൻ? നമ്മുടെ ട്രാൻസാക്ഷൻ്റെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആസ്പെക്റ്റ് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള എറേഴ്സിന് നമുക്ക് പറയാവുന്ന പേരാണ് എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ. പാർഷ്യൽ ഒമിഷൻ സംഭവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ എഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസിനെ അത് അഫക്റ്റ് ചെയ്യും. ട്രയൽ ബാലൻസ് എന്താകില്ല? ടാലി ആകില്ല. ഡെബിറ്റിലോ ക്രെഡിറ്റിലോ എമൗണ്ടിൽ മിസ്മാച്ച് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. എന്ത്? എഫക്റ്റ് ഓഫ് ട്രയൽ ബാലൻസ്, അതായത് എഗ്രിമെന്റ്, ട്രയൽ ബാലൻസ് ടാലി ആവില്ല. ഇറ്റ് അഫക്റ്റ് ദി എഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ്. ഏത് ഒമിഷനാണ്? പാർഷ്യൽ ഒമിഷൻ ആണെങ്കിൽ. പക്ഷെ കംപ്ലീറ്റ് ഒമിഷനിൽ അഫക്റ്റ് ചെയ്യുമോ? ഇല്ല, അഫക്റ്റ് ചെയ്യത്തില്ല. രണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല, ഡെബിറ്റും റെക്കോർഡ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ക്രെഡിറ്റും റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ട്രയൽ ബാലൻസിനെ അത് അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ പാർഷ്യൽ ഒമിഷനിൽ ഏതെങ്കിലും ഒരു ആസ്പെക്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, ഒന്ന് മാത്രമായിരിക്കും വിട്ടുപോയിട്ടുണ്ടാവുക. സോ അതെന്ത് ചെയ്യും? നമ്മുടെ ട്രയൽ ബാലൻസിന്റെ എഗ്രിമെന്റിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമുക്ക് ഒമിഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒമിഷൻ 2 തരത്തിലാണുള്ളത്, കംപ്ലീറ്റ് ഒമിഷനും അതുപോലെ തന്നെ പാർഷ്യൽ ഒമിഷനും. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇറർ ഓഫ് കമ്മീഷൻ. എന്താണ്? ഒമിഷൻ അല്ല, കമ്മീഷൻ. ഒരു സീൻ കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുത്തു. ഇറർ ഓഫ് കമ്മീഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഇറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്തോ ടോട്ടൽ ചെയ്യുന്ന സമയത്തോ നമ്മുടെ ആ വർക്ക് ചെയ്യുന്ന ആൾക്കുണ്ടാവുന്ന മിസ്റ്റേക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? കമ്മീഷൻ. ഒമിഷൻ അല്ല, കമ്മീഷൻ. അതായത് വിട്ടുപോയിട്ടൊന്നുമില്ല, നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും, പക്ഷെ എടുത്തത് തെറ്റായിപ്പോയി. തെറ്റായിട്ട് നമ്മൾ എമൗണ്ട് മാറ്റി കാണിച്ചോ അല്ലെങ്കിൽ പൂജ്യംസ്, നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന, നമ്മൾ അക്കൗണ്ടൻസി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന മിസ്റ്റേക്കാണ് നമ്മൾ സീറോസ് കുറച്ചോ കൂട്ടിയോ ഒക്കെ കാണിക്കില്ലേ? അതുപോലെ അക്കൗണ്ട് ചെയ്യുന്ന ആളിലും എന്തെങ്കിലും ഐറ്റംസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എമൗണ്ടിൽ മിസ്മാച്ച് വരുത്തുന്നു. മനഃപൂർവ്വം അല്ല, അറിയാണ്ട് തെറ്റിപ്പോകുന്നു. 5000 എഴുതുന്നതിന് പകരം 50,000 എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ 500 എന്ന് കാണിക്കുന്നതിന് പകരം 50 എന്ന് എഴുതി വെക്കുന്നു. അതൊക്കെ ഒരു മിസ്റ്റേക്ക് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാവുന്ന മിസ്റ്റേക്കുകളെയാണ് നമ്മൾ ഇറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞത്. നോക്കാം. ഇറേഴ്സ് ആർ കമ്മിറ്റഡ് വെൻ ട്രാൻസാക്ഷൻ ആർ ഇൻകറക്ട്ലി റെക്കോർഡഡ്. റെക്കോർഡ് ചെയ്തില്ല എന്നല്ല പറഞ്ഞത്, റെക്കോർഡ് ചെയ്തു, പക്ഷെ എന്തായിട്ടാണ്? തെറ്റായിട്ടാണ് റെക്കോർഡ് ചെയ്തത്. റെക്കോർഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്തെന്ന് പറയാം? ഒമിഷൻ ആണ് എന്ന് പറയാം. പക്ഷെ ഇവിടെ റെക്കോർഡ് ചെയ്തു, തെറ്റായിട്ടാണ് റെക്കോർഡ് ചെയ്തത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഇറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ തെറ്റായിട്ട് റെക്കോർഡ് ചെയ്തു എന്ന് എവിടെ കണ്ടാലും അത് എന്താണ്? അത് ഇറർ ഓഫ് കമ്മീഷൻ ആണ്. ദീസ് ഇറേഴ്സ് ആർ കോസ്ഡ് ബൈ റോങ് പോസ്റ്റിംഗ്, ടോട്ടലിംഗ്, കാസ്റ്റിംഗ് ഓർ ബാലൻസിങ്. എന്താണ്? എപ്പോഴൊക്കെ വരാം? നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് തെറ്റാണ്. പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ജേണലിൽ നിന്ന് ലെഡ്ജറിലോട്ട് മാറ്റുമ്പോൾ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റത്തെ കൊണ്ടുപോയി ക്രെഡിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്ത ഐറ്റത്തെ കൊണ്ടുപോയി ഡെബിറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റ് വരാം. അതുപോലെ തന്നെ ടോട്ടൽ ചെയ്യുക. നമ്മൾ ഒരു സൈഡുകളെല്ലാം ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ സീറോസ് ഒക്കെ ചിലപ്പോൾ സ്കിപ്പായി പോകും, അല്ലെങ്കിൽ 74 പകരം 47 അടിച്ചു വെക്കും. അങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ വരാറുണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് തെറ്റ് പറ്റാം, അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റ് പറ്റാം, ബാലൻസ് ചെയ്യുന്ന സമയത്ത് തെറ്റ് പറ്റാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ തെറ്റുകൾ ഉണ്ടാവുകയാണ്. പക്ഷേ ട്രാൻസാക്ഷന് കളഞ്ഞില്ല, പുള്ളിയെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ തെറ്റായിട്ടാണ് റെക്കോർഡ് ചെയ്തത്. അങ്ങനെ ഉണ്ടാകുന്ന തെറ്റുകളെ നമുക്ക് പറയാവുന്ന പേരാണ് ഇറർ ഓഫ് കമ്മീഷൻ എന്ന്. ഇനി കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് എക്സാമ്പിൾ? നമ്മളിപ്പോൾ പറഞ്ഞതിനകത്ത് കുറച്ച് എക്സാമ്പിൾ ഉണ്ട്, നോക്കാം. ഇറർ ഇൻ പോസ്റ്റിംഗ് ആൻ എമൗണ്ട് ₹500 പോസ്റ്റർ ₹50. എന്താണ്?
നമ്മൾ ജേണലിൽ 500 രൂപ വെച്ചിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്തു. ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ 500-ന് പകരം ഒരു 0 കളഞ്ഞ് 50 ആക്കി പോയി. തെറ്റിപ്പോയില്ലേ? അതുപോലെ തന്നെ റോങ് ആയിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തു. ഡെബിറ്റിൽ കിടക്കുന്ന സാധനം എടുത്ത് ക്രെഡിറ്റിൽ എഴുതി വെച്ചു, ക്രെഡിറ്റിൽ എഴുതേണ്ട എടുത്ത് ഡെബിറ്റിൽ എഴുതി വെച്ചു. അങ്ങനെ മിസ്റ്റേക്ക് വരാം. അതുപോലെ തന്നെ ടോട്ടലിംഗ്, ക്യാരി ഫോർവേഡ്സ്, ഇതൊക്കെ അതായത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് വരാം. ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഫിഗേഴ്സിനകത്ത് മിസ്റ്റേക്ക് വരാം, ഇല്ലേ? അങ്ങനെയുള്ള മിസ്റ്റേക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ റോങ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരാം? തെറ്റുകൾ വരാം. ദെൻ ഇറേഴ്സ് ഇൻ ടേക്കിംഗ് ഔട്ട് ബാലൻസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിന്റെ ബാലൻസ് എടുക്കുന്ന സമയത്ത് തെറ്റിപ്പോവാം. അങ്ങനെ ഉണ്ടാകുന്ന തെറ്റുകളാകാം. അല്ലെങ്കിൽ പോസ്റ്റിംഗ് ദി സെയിം എമൗണ്ട് ട്വൈസ് ടു ആൻ അക്കൗണ്ട്. അതായത് നമ്മളൊരു ട്രാൻസാക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ജേണലിൽ നിന്ന് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് 2 തവണ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാം, അല്ലേ? മറന്നു പോകത്തില്ലേ? അതായത് ഇപ്പം മോഹന്റെ അക്കൗണ്ടിൽ ഒരു 500 ഡെബിറ്റ് ചെയ്യാനുണ്ട് എന്ന് വിചാരിക്കുക. മോഹന്റെ അക്കൗണ്ടിൽ ആദ്യം ഒരു 500 കൊണ്ടുപോയി എഴുതുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 500 കൊണ്ടുപോയി എഴുതുന്നു, അല്ലേ? തെറ്റിപ്പോവാണ്. നേരത്തെ എഴുതിയില്ല എന്ന് വിചാരിച്ചിട്ട് എഴുതാണ് എന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ 2 തവണ എഴുതി പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതെന്താണ്? ഒരിക്കലും അത് ഒമിഷൻ അല്ല, പുള്ളി അത് എടുത്തിട്ട് തെറ്റിപ്പോയതാണ്, അല്ലേ? അങ്ങനെ 2 തവണയൊക്കെ എഴുതുന്നതും ഒക്കെ എന്ത് തെറ്റാണ്? ഇറർ ഓഫ് കമ്മീഷൻ ആണ്. ഓക്കെ. മറന്നു പോകരുത്, എന്താണ് ഇറർ ഓഫ് ഒമിഷൻ എന്നും കമ്മീഷൻ എന്നും കൃത്യമായിട്ട് പഠിക്കണം. എക്സാമ്പിൾ വെച്ചിട്ട് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. എന്താണ് ഇറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന്? ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അല്ലേ? അതായത് ഒരു സാധനത്തിന്റെ ഡ്യൂപ്ലിക്കേഷൻ എടുക്കാൻ പറഞ്ഞാൽ അത് വീണ്ടും ഒരു കോപ്പി കൊണ്ട് എടുക്കുന്നതിനെയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ എഴുതിയ ഒരു ട്രാൻസാക്ഷനെ വീണ്ടും എഴുതുകയാണ് എങ്കിൽ അതെന്താണ്? അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി വീണ്ടും ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധനം തന്നെ 2 തവണ എഴുതി വെച്ചാൽ ഡബിൾ എഫക്റ്റ് ആയി എന്ന് നമ്മൾ പറയും, അല്ലേ? അപ്പോൾ അത് നമ്മുടെ ബിസിനസ്സിന്റെ അല്ലെങ്കിൽ റെക്കോർഡുകൾ, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ മിസ്മാച്ചുകൾ ഉണ്ടാക്കും. അപ്പോൾ അത്തരത്തിൽ എടുത്ത ഒരു ട്രാൻസാക്ഷനെ വീണ്ടും എടുത്ത് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഇറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത്. ആൻഡ് ഇറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ occurs when the same transaction is recorded twice in the books of original entry. എന്താണ്? നമ്മൾ ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ജേണൽ എഴുതുന്ന സമയത്ത് സെയിം ട്രാൻസാക്ഷൻ തന്നെ 2 തവണ കൊണ്ടുപോയി റെക്കോർഡ് ചെയ്യാണ് അല്ലെങ്കിൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള എററിനെയാണ് നമ്മൾ എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ ആ ഫ്ലോ ചാർട്ട് പറഞ്ഞപ്പോൾ എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ ആണ് എന്നാണ് പറഞ്ഞത്, അല്ലേ? നമുക്ക് എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട്. അതിനുശേഷം നമുക്ക് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് ആ എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷനും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് മനസ്സിലായല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി ചെയ്തു, അതായത് 2 തവണ, ട്വൈസ് ആണ്. സെയിം ട്രാൻസാക്ഷൻ തന്നെ നമ്മുടെ ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ജേണൽ എഴുതുന്ന സമയത്ത് 2 തവണ ആണ് നമ്മൾ അതിനെ പറ്റിയിട്ട് റെക്കോർഡ് ചെയ്യുന്നത് എങ്കിൽ അത്തരത്തിലുള്ള എറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത്. ദെൻ കോമ്പൻസേറ്റിംഗ് എറർ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർക്കുക. ക്ലാസിഫിക്കേഷൻ ഒന്ന് 4 ആക്കുക. കോമ്പൻസേറ്റിംഗ് എറർ ആണ് അടുത്തതായിട്ട് വരുന്നത്. ഓക്കെ. എന്താണ് കോമ്പൻസേറ്റിംഗ് എറർ? കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സാധനം ചെയ്തു, ഓക്കെ, അതിനെ കോമ്പൻസേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പകരമായിട്ട് വേറെന്തോ ചെയ്തപ്പോൾ ആ ഒരു തെറ്റ് ഇല്ലാണ്ടായി. ഓക്കെ, ഒരു തെറ്റ് നടന്നു, വേറൊരു തെറ്റ് നടന്നു. ആ 2 തെറ്റുകൾ തമ്മിൽ ഒന്നിച്ചപ്പോൾ എന്താണ്? ഒറിജിനലി ആ നടക്കേണ്ട ആ ഒരു എഫക്റ്റ്, അതായത് തെറ്റ് വരുന്ന ആ ഒരു എഫക്റ്റ് എന്തായി? ഇല്ലാണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള എറേഴ്സിനെയാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞത്. ഒന്നും മനസ്സിലായി കാണത്തില്ല, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താണ്? ഇഫ് ആൻ എറർ ഈസ് കൗണ്ടർ ബാലൻസ്ഡ് ബൈ അനദർ എറർ. എന്താണ്? ഒരു എറർ മറ്റൊരു എറർ കൊണ്ട് എന്തായി? ശരിയായിട്ട് മാറി. ശരിയായിട്ട് മാറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഒരു എക്സ്പെൻസ്, ഓക്കെ, എനിക്ക് എൻ്റെ ബിസിനസ്സിൽ വേജസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പെൻസ് 1000 രൂപയും, ഓക്കെ, സാലറി എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പെൻസ് 500 രൂപയാണ് ഉണ്ടായത്. ഒറിജിനലി ട്രാൻസാക്ഷൻ ഇതായിരുന്നു, വേജസ് 1000, അതുപോലെ തന്നെ സാലറി 500. ഞാൻ തെറ്റായിട്ട് എന്താണ് എഴുതിയ സമയത്ത് വേജസ് രണ്ടിനും എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണെന്ന് അറിയാലോ, രണ്ടും എക്സ്പെൻസ് ആണ് എന്ന് നമുക്കറിയാലോ. ഓക്കെ, വേജൻസിന് ഞാൻ കൊണ്ടുപോയി എത്ര കൊടുത്തു? ഒരു 1200 കൊടുത്തു. ഓക്കെ, തെറ്റായിപ്പോയി. 1000 എന്നുള്ളത് ഞാൻ കണ്ടത് മിസ്റ്റേക്കിൽ 1200 എന്ന് ഞാൻ വേജസിന് കൊണ്ടുപോയി ഇട്ടു. ഓക്കെ, അപ്പോൾ 1000 എന്നുള്ളത് തെറ്റായിട്ട് ഞാൻ 1200 ആയിട്ട് കാണിച്ചു. എന്നിട്ട് ഞാൻ സാലറിയെ കൊണ്ടുപോയി എന്ത് ചെയ്തു? 500 എന്നുള്ളത് ഞാൻ തെറ്റായിട്ട് ഒരു 300 എന്ന് കൊണ്ടുപോയി റെക്കോർഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ്? വേജസ് 1000 എന്നുള്ളത്
ഒരു 200 രൂപയുടെ കൂട്ടി 1200 എന്ന് തെറ്റായിട്ട് റെക്കോർഡ് ചെയ്തു. സാലറി 500 എന്നുള്ളത് ഒരു 200 രൂപയുടെ കുറച്ച് 300 എന്ന് റെക്കോർഡ് ചെയ്തു. അപ്പൊ രണ്ടിടത്തും എനിക്ക് മിസ്റ്റേക്ക് ഉണ്ട്. വേജസിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, സാലറിയിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. പക്ഷേ എൻ്റെ ട്രയൽ ബാലൻസ് എഴുതുന്ന സമയത്ത് എന്താണ്, ഞാൻ നോക്കാണ് രണ്ടും ഡെബിറ്റ് സൈഡാണ്. ഓക്കെ, അപ്പോൾ 1000 500 റെക്കോർഡ് ചെയ്താലും എനിക്ക് 1500 തന്നെ കിട്ടും. 1200 1300 റെക്കോർഡ് ചെയ്താലും 1500 തന്നെ കിട്ടും അല്ലേ. അപ്പൊ എന്താണ്, എൻ്റെ എക്സ്പെൻസുകൾ തമ്മിൽ മാച്ചായി. ഒരു തെറ്റ് മറ്റേ തെറ്റും കൂടെ വന്നപ്പോൾ അത് രണ്ടും കൂടെ മാച്ചായി. ടോട്ടൽ എന്ത് പറ്റി, ശരിയായി. അപ്പൊ അങ്ങനെ രണ്ട് തെറ്റുകൾ അല്ലെങ്കിൽ ഒരു തെറ്റ് മറ്റൊരു തെറ്റിനെ കൗണ്ടർ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള തെറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് വിൽ നോട്ട് അഫക്റ്റ് ട്രയൽ ബാലൻസ് അല്ലേ. അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. എന്താണ്, ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യില്ല. കാരണം എന്താ, ട്രയൽ ബാലൻസ് വരച്ചാൽ ടാലി എമൗണ്ട് എനിക്ക് 1500 തന്നെ വരും. ഏത് പോസ്റ്റ് ചെയ്താലും 1000 500 പോസ്റ്റ് ചെയ്താലും 1200 300 പോസ്റ്റ് ചെയ്താലും എനിക്ക് എന്ത് തന്നെ വരും, 1500 തന്നെ വരും. അപ്പോൾ അതിൻ്റെ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യില്ല. ഒരു എറർ ഉണ്ട്, പക്ഷേ ഒരു എറർ മറ്റൊരു എറർ കൊണ്ട് എന്തായി, കൗണ്ടർ ബാലൻസ് ആവുകയാണെങ്കിൽ അത്തരത്തിലുള്ള എറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓവർ സ്റ്റേറ്റിംഗ് ദ എമൗണ്ട് ഓഫ് വൺ സൈഡ് ഓഫ് അക്കൗണ്ട് ഷാൽ ബി കോമ്പൻസേറ്റഡ് ബൈ അണ്ടർസ്റ്റേറ്റിംഗ് ദ എമൗണ്ട് ഓഫ് സെയിം സൈഡ് ഇൻ അനദർ അക്കൗണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ അതിനൊരു എക്സാമ്പിൾ ആണ് അല്ലേ. അതായത് ഒരു അക്കൗണ്ടിൽ ഓവർ സ്റ്റേറ്റ് സെയിം സൈഡിലായിരിക്കും ഒരു അക്കൗണ്ടിൽ ഓവർ സ്റ്റേറ്റ് ചെയ്ത സാധനം അല്ലെങ്കിൽ എമൗണ്ട്, മറ്റൊരു അക്കൗണ്ടിൽ എന്താണ് അണ്ടർസ്റ്റേറ്റ് ആണ് ചെയ്യുന്നത് എങ്കിൽ രണ്ടിനും സെയിം ബാലൻസ് ആണെങ്കിൽ അതെന്തായി, ഇക്വേറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു എറർ മറ്റൊരു എററിനെ കൗണ്ടർ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ആ എറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എറേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഇത്രയാണുള്ളത്. ഇത്രയും ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ കുറച്ച് എറേഴ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നമുക്കതൊന്ന് ടേബിൾ ഫോമിൽ കാണാം. ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഉറപ്പായിട്ടും ഇതിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആദ്യം പറയാണ്, എറേഴ്സ് വിച്ച് ഡിസ്ക്ലോസ് ഫ്രം ദി പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. എന്താണ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്താൽ ഡിസ്ക്ലോസ് ആവുന്ന അല്ലെങ്കിൽ മനസ്സിലാകുന്ന എറേഴ്സുകൾ ഏതൊക്കെയാണ് എന്നും ഏതൊക്കെ അല്ല എന്നുമാണ്. അതായത് ട്രയൽ ബാലൻസ് ടാലി ആവുന്ന എറേഴ്സും ടാലി ആകാത്ത എറേഴ്സും ആണ്. ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ്, ടാലി ആയില്ല, ടാലി ആവാത്തതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു എറർ ഉണ്ടായത് എന്ന് മനസ്സിലാവും. അവിടെ എന്താണ്, ടാലി ആകുന്നില്ല. ഇവിടെ എന്തായിരിക്കും, നമ്മുടെ ട്രയൽ ബാലൻസ് ടാലി ആകും, പക്ഷെ അവിടെ ഒരു എറർ ഉണ്ട്, അത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ടാലി ആവുന്നില്ല എങ്കിൽ നമുക്ക് മനസ്സിലാവും അവിടെ എന്താണ്, എന്തോ ഒരു എറർ ഉണ്ട്. അത് ഏതൊക്കെ എറേഴ്സ് ആണെന്ന് നമുക്ക് നോക്കാം. എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ നമ്മൾ പറഞ്ഞാണ് അല്ലേ. ഒരു ആസ്പെക്ട് മാത്രം, ഒരു ട്രാൻസാക്ഷന്റെ ഏതെങ്കിലും ഒരു ആസ്പെക്ട് മാത്രം റെക്കോർഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതാണ് പാർഷ്യൽ ഒമിഷൻ. അപ്പോൾ ആ ഒരു ആസ്പെക്ട് ഒരു സൈഡിൽ മാത്രമായിരിക്കും നമ്മുടെ എമൗണ്ട് കാണുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസ് എന്താകില്ല, ടാലി ആകില്ല. അപ്പോൾ എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ. അതിനുശേഷം വരുന്നു എറർ ഓഫ് കമ്മീഷൻ. എന്താണ്, നമ്മൾ തെറ്റായിട്ട് റെക്കോർഡൊക്കെ ചെയ്തു, പക്ഷെ തെറ്റായിട്ടാണ് റെക്കോർഡ് ചെയ്തത്. അങ്ങനെ തെറ്റായിട്ട് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് എവിടെ വരും, നമ്മുടെ ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യും. ട്രയൽ ബാലൻസ് ടാലി ആവില്ല. എന്തൊക്കെയാവാം, റോങ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതോ കാസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്നതോ ഒക്കെ എവിടെയാണ്, നമ്മുടെ എറർ ഓഫ് കമ്മീഷനിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഒമിറ്റിംഗ് ടു പോസ്റ്റ് ആൻ എമൗണ്ട് ഫ്രം ദി സബ്സിഡറി ബുക്ക്. എന്താണ്, സബ്സിഡറി ബുക്കിൽ നിന്ന് നമ്മൾ ഒരു എമൗണ്ട് പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. എന്താണ് സബ്സിഡറി ബുക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ ജേർണൽ എന്നൊക്കെ നമ്മൾ പറയും. ഒരേ നേച്ചറിലുള്ള ഐറ്റത്തിനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സ്പെഷ്യൽ ജേർണൽസിനെയാണ് നമ്മൾ സബ്സിഡറി ബുക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സബ്സിഡറി ബുക്കിൽ നിന്ന് നമ്മൾ എമൗണ്ട് എടുക്കുന്ന സമയത്ത് ഒമിറ്റ് ചെയ്തു, വിട്ടുപോയി, ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് എടുക്കാൻ വിട്ടുപോവുകയാണെങ്കിൽ അത് നമ്മുടെ എന്താണ്, ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്ന, എഗ്രിമെന്റിനെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന തെറ്റുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒമിറ്റിംഗ് ടു റൈറ്റ് ക്യാഷ് ബാലൻസ് ഇൻ ദി ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എഴുതുന്ന സമയത്ത് നമ്മൾ ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് എടുത്തില്ല എന്നിരിക്കട്ടെ, അതും എന്താണ്, അപ്പോൾ ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് എവിടെ വരില്ല, ഡെബിറ്റ് സൈഡ് വരില്ല അല്ലേ. ക്യാഷിന് എന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ആ ക്യാഷ് ബാലൻസ് വന്നില്ല എങ്കിൽ ഡെബിറ്റ് സൈഡ് കുറഞ്ഞിരിക്കും. നമുക്ക് ടാലി ആവോ, ഇല്ല. അതുകൊണ്ട് തന്നെ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്ലോസ് ചെയ്യുന്ന എററാണ്. ഓക്കെ, ട്രയൽ ബാലൻസിലൂടെ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യുന്ന എറേഴ്സ് ആണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം ഡിസ്ക്ലോസ് ചെയ്യാത്ത എറേഴ്സ് അല്ലേ. കംപ്ലീറ്റ് ഒമിഷൻ, അതായത് നമ്മളൊരു ട്രാൻസാക്ഷന്റെ ഫുൾ ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും അത് വരില്ല. അപ്പം നമുക്ക് ട്രയൽ ബാലൻസ് വെച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുമോ, ഇല്ല. ട്രയൽ ബാലൻസ് ടാലി ആവുക തന്നെ ചെയ്യും. അതുകൊണ്ട് എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ. അതിനുശേഷം എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. എന്താണ് ഡ്യൂപ്ലിക്കേഷൻ, നമ്മൾ പറഞ്ഞതാണ് ഒരു ട്രാൻസാക്ഷനെ 2 തവണ റെക്കോർഡ് ചെയ്യാണ്.
ഏതെങ്കിലും ഒരു സൈഡ് എന്നല്ല പറഞ്ഞത്, 2 തവണ റെക്കോർഡ് ചെയ്യണം. അപ്പം ഡെബിറ്റിലും ക്രെഡിറ്റിലും ആദ്യം ഒരു തവണ റെക്കോർഡ് ചെയ്തു, പിന്നെയും കൊണ്ടുപോയി ഡെബിറ്റിലും ക്രെഡിറ്റിലും റെക്കോർഡ് ചെയ്തു. അപ്പോൾ അവിടെ ടാലി ആവത്തില്ലേ ട്രയൽ ബാലൻസ്? കാരണം ഡെബിറ്റിലും ക്രെഡിറ്റിലും വന്നിട്ടുണ്ട്. ട്രയൽ ബാലൻസ് ടാലി ആവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് ഏത് കണ്ടുപിടിക്കാൻ പറ്റില്ല? ഡ്യൂപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ. അതുപോലെ തന്നെ കോമ്പൻസേറ്റിംഗ് എറർസ് ഞാൻ നേരത്തെ കാണിച്ചല്ലേ നിങ്ങളെ, ഒരു എറർ മറ്റൊരു എറർ കൊണ്ട് കൗണ്ടർ ബാലൻസ് ചെയ്യാണ്. അപ്പൊ അവിടെ എന്താണ്, നമ്മുടെ ട്രയൽ ബാലൻസ് ടാലി ആവുക തന്നെ ചെയ്യും അല്ലേ? ആ 1500 വരിക തന്നെ ചെയ്യും. പക്ഷേ സെപ്പറേറ്റ് അക്കൗണ്ടുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അക്കൗണ്ടുകളിൽ മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷേ ട്രയൽ ബാലൻസിലൂടെ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് കോമ്പൻസേറ്റിംഗ് എറർ. അതുപോലെ തന്നെ ഇറർ ഓഫ് പ്രിൻസിപ്പൽ, നമ്മൾ പറഞ്ഞു റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള ഒരു ഐറ്റം എടുത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ കാണിച്ചാലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള ഒരു ഐറ്റം എടുത്ത് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ കാണിച്ചാലും രണ്ടും ഡെബിറ്റ് ബാലൻസ് തന്നെയാണ് അല്ലേ? എക്സ്പെൻഡിച്ചർ എല്ലാം ഡെബിറ്റ് ബാലൻസ് തന്നെയാണ്. അത് ക്യാപിറ്റൽ നേച്ചർ ആയാലും റവന്യൂ നേച്ചർ ആയാലും. അതുകൊണ്ട് തന്നെ എന്ത് വരും, നമുക്ക് ട്രയൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റിലായ എമൗണ്ട് കാണുക തന്നെ ചെയ്യും അല്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പർച്ചേസും മെഷീനറിയും, ഓക്കെ, മെഷീനറി പർച്ചേസ് ചെയ്തിട്ട് മെഷീനറിയിൽ കാണിക്കേണ്ടതിന് പകരം പർച്ചേസിൽ കൊണ്ടുപോയി ഒരു 1000 രൂപയുടെ മെഷീനറി ആയിരിക്കില്ല, ജസ്റ്റ് ഒരു 1000ന്റെ കണക്ക് ഞാൻ പറയാണ്. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു 2000ന്റെ മെഷീനറി ഉണ്ടായിരുന്നു, പർച്ചേസ് ഓൾറെഡി നമുക്കുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ പർച്ചേസ് ആയിട്ട് മെഷീനറി വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസിൽ കൊണ്ടുപോയി കാണിച്ചു, മെഷീനറിയിൽ കാണിച്ചതുമില്ല. പക്ഷേ ഇത് രണ്ടും ഏത് സൈഡിലാണ്? ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റിലല്ലേ വരുന്നത്? പർച്ചേസിനും ഡെബിറ്റ് ബാലൻസ് ആണ്, മെഷീനറിക്കും ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ട്രയൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ട്രയൽ ബാലൻസ് ടാലി ആവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ട്രയൽ ബാലൻസ് വഴി നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രിൻസിപ്പിൾസിനകത്തുള്ള വയലേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. അടുത്ത എന്താണ്? റോങ് എൻട്രി ഇൻ ദി ജേണൽ അല്ലെങ്കിൽ സബ്സിഡറി ബുക്ക് അല്ലേ? ഡേ ബുക്കിനകത്തോ ജേണലിനകത്തോ എഴുതുന്ന സമയത്ത് റോങ് ആയിട്ട് എഴുതുകയാണ്. നമ്മളിപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റത്തെ എടുത്ത് ക്രെഡിറ്റ് ചെയ്തു, ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റത്തെ എടുത്ത് ഡെബിറ്റ് ചെയ്തു. അങ്ങനെ വന്നാലും എന്താണ്? ട്രയൽ ബാലൻസിൽ ആ ഡെബിറ്റും ക്രെഡിറ്റും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് ടാലി ആവും. അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റില്ല? ട്രയൽ ബാലൻസ് എഴുതി ആ ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങളൊന്ന് എഴുതി വെച്ച് പഠിക്കുക, കാരണം ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് റെക്ടിഫൈങ് എൻട്രീസ്. അതായത് നമ്മളിപ്പോൾ എറേഴ്സ് എന്താണെന്ന് പഠിച്ചു അല്ലേ? എന്തൊക്കെയായിരുന്നു എറേഴ്സ് എന്നും എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്നും, അതുപോലെ തന്നെ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്ന എറർ എന്താണ്, ചെയ്യാത്ത എറർ എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എറർ സംഭവിച്ചാൽ നമ്മൾ എറേഴ്സിനെ വെച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തായാലും എഴുതി പോയില്ലേ, അതങ്ങ് പോട്ടെ, അടുത്ത തവണ ശരിയാക്കാം, അങ്ങനെ വിചാരിച്ചിരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. നമുക്കൊരു തെറ്റ് പറ്റി അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? തിരുത്തണം. അങ്ങനെ തിരുത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? റെക്ടിഫൈങ് എൻട്രീസ് എന്ന് പറഞ്ഞത്. നമ്മുടെ അക്കൗണ്ടിങ് എറേഴ്സിനെ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന എൻട്രീസിനെയാണ് നമ്മൾ റെക്ടിഫൈങ് എൻട്രീസ് എന്ന് പറഞ്ഞത്. ജേണൽ എൻട്രീസ് പാസ്ഡ് ടു കറക്റ്റ് ദ എറേഴ്സ് ആർ കോൾഡ് റെക്ടിഫൈങ് എൻട്രി. എന്താണ്? ഈ എറേഴ്സ് റെക്ടിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ട് പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ എഴുതേണ്ടി വരുന്ന ജേണൽ എൻട്രീസിനെയാണ് നമ്മൾ റെക്ടിഫൈങ് എൻട്രീസ് എന്ന് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കറക്റ്റ് ദി ഇറേഴ്സ്. എന്താണ്? ഇറേഴ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ വീണ്ടും ഒരു എക്സ്ട്രാ ജേണൽ എൻട്രി എഴുതേണ്ടി വരുന്നത്. അത്തരത്തിലുള്ള എൻട്രീസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? റെക്ടിഫൈങ് എൻട്രീസ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഓരോ സ്റ്റേജ് ബേസിൽ ഓരോ ഇറേഴ്സിനെയും എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ. നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ പറയാണ് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. എന്താണ്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എറേഴ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? അപ്പോൾ അവിടെ ട്രയൽ ബാലൻസിന്റെ പ്രിപ്പറേഷൻ ആയിട്ടില്ല അല്ലേ? ഇവിടെ നമ്മൾ എക്സ്ട്രാ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഷാൽ നോട്ട് ഓപ്പൺഡ്, ഡയറക്റ്റ് റെക്ടിഫിക്കേഷൻ ഈസ് ഡൺ. അതായത് സസ്പെൻസ് അക്കൗണ്ടിനെ കുറിച്ചൊരു ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ റെക്ടിഫിക്കേഷൻ നടത്തുന്ന സമയത്ത്, എറേഴ്സ് റെക്ടിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു ടെമ്പററി അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട് എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ആദ്യത്തെ സ്റ്റേജ് എന്താണ്? ട്രയൽ ബാലൻസും പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആണ് നമ്മൾ ആ എറർ ലൊക്കേറ്റ് ചെയ്യുന്നതും അതിനെ ട്രീറ്റ് ചെയ്യുന്നതും എങ്കിൽ നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ആക്കേണ്ട ആവശ്യമേ ഇല്ല. ഡയറക്റ്റ് നമുക്ക് റെക്ടിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ട്രയൽ ബാലൻസിന് മുന്നേ ആണെങ്കിൽ അവിടെ ഒരു സസ്പെൻസ് അക്കൗണ്ടിന്റെ ആവശ്യമില്ല. സസ്പെൻസ് അക്കൗണ്ടിനെ പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി നമുക്ക് ഓരോ ഇറേഴ്സ് വരുന്നത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്മൾ ട്രയൽ ബാലൻസിന്റെ പ്രിപ്പറേഷന് മുന്നത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ആദ്യം തന്നെ കംപ്ലീറ്റ് ഒമിഷൻ ആണ് നടത്തുന്നത് എങ്കിൽ, അതായത് എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു?
ഒരു ട്രാൻസാക്ഷൻ ഫുള്ളായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ 2 ആസ്പെക്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു തെറ്റാണ് ഉണ്ടത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡിംഗ് ഫുള്ളി ആൻഡ് പ്രോപ്പർലി, കംപ്ലീറ്റ് ഒമിഷൻ ആണെങ്കിൽ ഫുള്ളായിട്ട് അതിനെ റെക്കോർഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മറന്നു പോകരുത്, കംപ്ലീറ്റ് ഒമിഷൻ ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് എൻട്രി എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ആ എൻട്രി നമ്മുടെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ വന്നു. നെക്സ്റ്റ് പറയുന്നു ഇറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമിഷൻ. എന്താണ് പാർഷ്യൽ ഒമിഷൻ ആണ്. പാർഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതോ ഒരു ആസ്പെക്ട് എഴുതാൻ വിട്ടുപോയി. ഓക്കെ, ഏതോ ഒരു ആസ്പെക്ട് മാത്രം എഴുതാനാണ് വിട്ടുപോയത്. അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് വീണ്ടും എഴുതണോ, ഒരു ആസ്പെക്ട് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, എഴുതാൻ വിട്ടുപോയ ആസ്പെക്ട് മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. മേക്കിംഗ് റിലവൻറ്റ് പോസ്റ്റിംഗ് അല്ലേ, എഴുതാൻ വിട്ടുപോയത് മാത്രം എന്ത് ചെയ്താൽ മതി, പോസ്റ്റ് ചെയ്താൽ മതി. ഇതൊക്കെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നത്തെ സ്റ്റേജാണ്. പിന്നെ പറയുന്നു ഇറർ ഓഫ് പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പളിനകത്ത് നമ്മൾ എറർ പറ്റി, ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ വയലേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്താണ്, ബൈ മേക്കിംഗ് റെക്ടിഫിക്കേഷൻ ഓഫ് ജേർണൽ എൻട്രി, നമ്മൾ എന്ത് ചെയ്താൽ മതി, റെക്ടിഫൈ ചെയ്ത് പുതിയ ജേർണൽ എൻട്രി എഴുതി കൊടുത്താൽ മതി. ഓക്കെ, തെറ്റ് വന്ന ഭാഗം തിരുത്തി കൊടുത്താൽ മതി. ഓക്കെ, പുതിയ ജേർണൽ എൻട്രി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മുടെ സ്റ്റേജ് 2 ആണ്. ആദ്യത്തെ സ്റ്റേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ട്രയൽ ബാലൻസിന്റെ പ്രിപ്പറേഷന് മുന്നേ ആണ്. ഓക്കെ, ഇനി സ്റ്റേജ് 2-ൽ എന്താ പറയുന്നത്, ആഫ്റ്റർ ട്രയൽ ബാലൻസ് ബട്ട് ബിഫോർ ഫൈനൽ അക്കൗണ്ട്. എന്താണ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു, പക്ഷെ നമ്മൾ ഫൈനൽ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. ഫൈനൽ അക്കൗണ്ട് ഏതൊക്കെയായിരുന്നു, ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതുവരെ എത്തിയിട്ടില്ല. പക്ഷേ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു. അപ്പം നമുക്ക് മനസ്സിലായി തെറ്റുകളുണ്ട് എന്ന്. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് തെറ്റുകൾ തിരുത്തുന്നത്, അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് നോക്കാം. ഇറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ ആവുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫുള്ളായിട്ട് അത് റെക്കോർഡ് ചെയ്താൽ മതി. നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും റെക്കോർഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഡെബിറ്റും ക്രെഡിറ്റും ഒരു എൻട്രി നമ്മൾ കൊടുത്താൽ മതി. പാർഷ്യൽ ഒമിഷൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞതുപോലെ റെക്ടിഫൈങ് എൻട്രി യൂസിങ് സസ്പെൻസ് അക്കൗണ്ട് ആണ്. ഓക്കെ, അതായത് ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് പാർഷ്യൽ ഒമിഷൻ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എഴുതാൻ വിട്ടുപോയത് മാത്രം എഴുതി കൊടുക്കുക എന്നുള്ളതല്ല, എഴുതാൻ വിട്ടുപോയത് സസ്പെൻസ് അക്കൗണ്ടും കൂടെ ഉൾപ്പെടുത്തി. അതായത് ഞാനിപ്പോൾ ഒരു ഡെബിറ്റ് എഴുതാൻ വിട്ടുപോയെന്ന് വിചാരിക്കുക, വേജസ് ഞാൻ പെയ്ഡ് ചെയ്തു. ഓക്കെ, ക്യാഷിൽ ഞാനത് കാണിച്ചു, എൻ്റെ ക്യാഷ് കുറഞ്ഞതായിട്ട് കാണിച്ചു, പക്ഷേ വേജസ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് കാണിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യണം, വേജസ് ഒരു 500 രൂപയാണെന്ന് വിചാരിക്കുക. വേജസ് കാണിച്ചിട്ടില്ല എങ്കിൽ വേജസിന് ഡെബിറ്റ് ബാലൻസ് ആണ്, വേജസ് ഡെബിറ്റ് കാണിച്ചു. 2 എന്ത് എഴുതണം, സസ്പെൻസ് അക്കൗണ്ട് 500 എഴുതണം. കാരണം എന്താണ്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ട്രയൽ ബാലൻസ് ടാലി ആവാത്തത് മൂലം നമ്മൾ എടുക്കേണ്ട അല്ലെങ്കിൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടെമ്പററി അക്കൗണ്ട് ആണ് സസ്പെൻസ് അക്കൗണ്ട്. സോ ഇവിടെ എന്ത് ഇട്ട് കൊടുക്കുക, ടു സസ്പെൻസ് അക്കൗണ്ട് 500 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ പാർഷ്യൽ ഒമിഷൻ. ഇനി അടുത്ത നമ്മൾ പറയുന്നു ഇറർ ഓഫ് കമ്മീഷൻ. അതായത് ടോട്ടൽ ചെയ്യുന്ന സമയത്തോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളാണ് കമ്മീഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ബൈ റെക്ടിഫൈങ് എൻട്രി ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് എറർ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊക്കെ എന്താണോ തെറ്റ് പറ്റിയത്, ചിലപ്പം 54 എഴുതേണ്ടതിന് പകരം 45 എഴുതി കാണും, അല്ലെങ്കിൽ തിരിച്ചെഴുതി കാണും. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കാണ് വരുന്നത് എങ്കിൽ എന്താണോ നമുക്കുണ്ടായ തെറ്റ് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, റെക്ടിഫൈ ചെയ്യുക. ഓക്കെ, റെക്ടിഫൈങ് എൻട്രി ഇട്ട് കൊടുക്കുക. പിന്നെ പറയാണ് എന്ത്, എറർ ഓഫ് പ്രിൻസിപ്പൽ. പ്രിൻസിപ്പളിൽ ഉണ്ടാവുന്ന എറർ ആണെങ്കിൽ നമുക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റെക്ടിഫൈങ് എൻട്രി എഴുതി കൊടുക്കാം. ഓക്കെ, പ്രിൻസിപ്പളിനകത്തുള്ള തെറ്റ് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യില്ല അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് എന്താണോ റെക്ടിഫൈ ചെയ്യേണ്ടത് അത് ആ ഒരു എൻട്രി ഇട്ട് കൊടുത്താൽ മതി. ദെൻ ലാസ്റ്റിലത്തെ നമ്മുടെ സ്റ്റേജ് ആണ് സ്റ്റേജ് 3, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. എന്താണ്, നമ്മൾ ഫൈനൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, ട്രയൽ ബാലൻസും വരച്ചു, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ട്രേഡിംഗ് P&L ആൻഡ് ബാലൻസ് ഷീറ്റും വരച്ചു കഴിഞ്ഞു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന തെറ്റുകൾ വന്നു എന്ന്. അപ്പം എന്താണ്, ഇൻ ദി നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡിലാണ് നമ്മൾ തെറ്റുകൾ കണ്ടെത്തുന്നത് അല്ലേ. അക്കൗണ്ടിങ് പീരീഡിന്റെ എൻഡിലാണല്ലോ നമ്മൾ നമ്മുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അതിനുശേഷമാണ് കണ്ടതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പീരീഡിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ എന്താണ്, പാർഷ്യൽ ഒമിഷന്റെ കേസ് ആണെങ്കിൽ ബൈ റെക്ടിഫൈങ് എൻട്രി യൂസിങ് സസ്പെൻസ് അക്കൗണ്ട്. നമുക്കറിയാം സസ്പെൻസ് അക്കൗണ്ട് ഇട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെയാണ് അല്ലേ, എന്താണ്, ഒരു ഐറ്റം മാത്രം പാർഷ്യൽ ആണ് പറഞ്ഞേക്കുന്നത്. പാർഷ്യൽ ഒമിഷനിൽ ഏതെങ്കിലും ഒരു ആസ്പെക്ട് മാത്രം നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ വിട്ടുപോയ ആസ്പെക്റ്റും ഓപ്പോസിറ്റ് നമ്മൾ എന്തിട്ട് കൊടുക്കുക, സസ്പെൻസ് അക്കൗണ്ട് ഇട്ട് കൊടുക്കുക. ദെൻ എറേഴ്സ് വിച്ച് ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന്
നമ്മൾ നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബുക്സ് എഴുതി കഴിഞ്ഞ് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് എങ്കിൽ നമ്മുടെ പ്രോഫിറ്റിന് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. ആ ഒരു എറർ മൂലം നമ്മുടെ പ്രോഫിറ്റിന് ഇമ്പാക്റ്റ് ഉള്ളതാണ് എങ്കിൽ, അതായത് പ്രോഫിറ്റിനെ കൂട്ടിയോ കുറച്ചൊക്കെ കാണിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്കാണ് നമുക്കുള്ളത് എങ്കിൽ റെക്ടിഫൈങ് ബൈ യൂസിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് അല്ലേ. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് വരച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റെക്ടിഫിക്കേഷൻ നടത്താൻ. അതായത് പ്രോഫിറ്റിനെ അത് അഫക്റ്റ് ചെയ്തു, ചിലപ്പോൾ പ്രോഫിറ്റ് കൂട്ടി കാണിച്ചു അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറച്ച് കാണിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത പീരീഡാണ് പറയുന്നത്. അതായത് പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, ഫൈനൽ അക്കൗണ്ടും എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് അടുത്ത പീരീഡിലാണ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് അറിയുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് വേണം തയ്യാറാക്കാൻ. അല്ലാണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് തയ്യാറാക്കി നമുക്ക് റെക്ടിഫിക്കേഷൻ നടക്കില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും എന്താണ്, പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, ഫൈനൽ അക്കൗണ്ടും എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്കുണ്ടായ ഒരു എറർ, അത് നമ്മുടെ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു അല്ലേ, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് അക്കൗണ്ട് മൂലമാണ് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നത്, ഏതാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത്, ഓരോ സ്റ്റേജിലും ഒരു എറർ വരികയാണെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കേണ്ടത്. ഓക്കെ, താങ്ക്